അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള അസ്സബാഹിൻ്റെ അധ്യാപകരെ, കമ്മിറ്റി ഭാരവാഹികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടേക്ക് വരാൻ താല്പര്യം കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ, ഏകദേശം 3.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇങ്ങോട്ട് വരാനുള്ള താല്പര്യം മറ്റൊന്നുമല്ല, ഇവിടെ ഉള്ള അധ്യാപകരും വിദ്യാർത്ഥികളും അവരിൽ അധിക പേർക്കും പരിചയമുണ്ടാകില്ല. കാരണം 1980, 81, 82 കാലഘട്ടങ്ങളിലാണ് ഞാനിവിടെ അധ്യാപകനായി ഉണ്ടായിരുന്നത്. അന്ന് 2-3 അധ്യാപകർ മാത്രം ഞങ്ങളുണ്ടായിരുന്നത്. ആ ആളുകൾ ഇന്നിങ്ങോട്ട് എത്തിയിട്ടില്ല, എത്തുമെന്ന് കരുതുന്നു. ഏതായിരുന്നാലും അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ശുഷ്കമായ സാമ്പത്തിക അവസ്ഥയിലും വിദ്യാർത്ഥികളുടെ കുറവും എല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അന്ന് ഞാൻ എനിക്ക് അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ ആവേശകരമായി പറയാനുള്ളത്, 150 രൂപയ്ക്ക് ഒരു മാസം അറബിക് കോളേജിൽ നിന്ന് അധ്യാപക ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയിട്ടുണ്ട് ഞാൻ. അന്ന് ഒതളൂർ പള്ളിയിൽ മദ്രസയിലും അധ്യാപകനും അവിടുത്തെ ഇമാമും ഖത്തീബും ഒക്കെയായി. അവിടുന്ന് ഒരു 150 രൂപയും 300 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ട് ഇവിടുന്ന് 2-3 വർഷം ഇവിടെ അധ്യാപകനായി നിന്നു. അതിനുശേഷം ഇവിടെ മറ്റൊരു സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിൽ നിന്ന് മറ്റേ ജാമിയ സലഫി അറബിക് കോളേജ്, ഓട്ടുപാറ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. അതിനുശേഷം ജാമിയ സലഫിയയിൽ ശരിയ കോഴ്സിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ജോലിയായി. 12 കൊല്ലം അവിടെ ജോലി. അതിനുശേഷം ഇങ്ങനെയൊക്കെ തിരിഞ്ഞു വന്നതിന് ശേഷം ഇന്ന് എനിക്ക് സന്തോഷകരമായൊരവസ്ഥയിൽ ഞാനുണ്ടായിരുന്ന അന്ന് ഇവിടെ ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളൂ. എൻ്റെ പരിചയക്കാരായി ഹമീദ് മാഷും മുജീബും പോലെ 2-3 ആളുകൾ, കുഞ്ഞുമോദ് കോക്കൂർ, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള ഏതാനും ചില ആളുകളെ എൻ്റെ മുന്നിലുള്ള ആളുകൾ കണ്ടിട്ടുള്ളൂ. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വരുന്നത്, അന്നുണ്ടായിരുന്ന ശുഷ്കിച്ച അവസ്ഥയിൽ എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ ഹമീദ് മാഷക്കറിയാം. ഹമീദ് മാഷും അന്ന് അസീസ് മാഷ്, അസീസ് ക, അതുപോലെ കുഞ്ഞാലി മാഷ്, റസാഖ് മൗലവി പോലെയുള്ള ആളുകൾ, ഇബ്രാഹിം കുട്ടി മൗലവി അന്ന് ഗൾഫിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇബ്രാഹിം കുട്ടി മൗലവി UAE പോയി അവിടെ ജോലിയിലേർപ്പെട്ടു. പിന്നെ കുറേ കാലം കഴിഞ്ഞാണ് ഇബ്രാഹിം കുട്ടി മൗലവി വരുന്നത്. ഏതായിരുന്നാലും ശരി, ആ കാലഘട്ടങ്ങളിൽ അന്ന് ഇനി എന്ത് ചെയ്യും? ഞാനൊരു പ്രാവശ്യം ഇവിടെ MSMൻ്റെയും ISMൻ്റെയും KNMൻ്റെയും മെമ്പർഷിപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ മുജീബ് ഇപ്പോൾ മുജീബ് എന്ന് പറയുന്നതിൽ തന്നെ വിഷമമുണ്ട്. അത് മുജീബ് സാഹിബ്, അദ്ദേഹത്തെ ഇവിടുത്തെ പൊന്നാനി മണ്ഡലം MSMൻ്റെ സെക്രട്ടറിയായിട്ട് ഞാനിവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ അതിനുവേണ്ടി നിശ്ചയിക്കുകയും അങ്ങനെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. ഈ അതിൻ്റെ തൊട്ടടുത്ത വർഷങ്ങളിലാണ് ഞാൻ മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കോളേജ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്ന മമ്മൂട്ടിക്കുണ്ട്, റസാഖ് മൗലവിയുണ്ട്, ഹമീദ് മാഷുണ്ട്. അന്ന് ഉള്ള ആളിൽ ഹമീദ് മാഷെ എനിക്ക്
ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് നല്ല ബോധ്യമല്ല. ഏതെങ്കിലും ആവട്ടെ, അന്ന് ഇനി നമ്മൾക്ക് ഈ അറബിക് കോളേജ് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയായിരുന്നു ആ കമ്മിറ്റിയിൽ വളരെയേറെ ചർച്ച ചെയ്ത വിഷയം. അത് വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പിന്നെ സംഘടനാ പ്രവർത്തനത്തിന് വന്നതാണെങ്കിലും ശരി, എന്നെയും ആ കമ്മിറ്റി മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചു. ഞാൻ ഇത് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുട്ടിയാണെങ്കിൽ പോലും നമ്മളുടെ ഈ സ്ഥാപനം നിർത്തിപ്പോകരുത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ വെച്ച് അത് തീരുമാനിച്ചതിന് ശേഷമാണ് എൻ്റെ സംഘടനാ കമ്മിറ്റി ഭാരവാഹികൾ, അപ്പം ഞാൻ ISMൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയാണ് വന്നത്. ISMൻ്റെ സെക്രട്ടറി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആ മാഷ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടാകും എന്ന് കരുതുന്നു. ഏതെങ്കിലും ആവട്ടെ, ISMൻ്റെ കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടിയാണ് ഞാൻ വന്നതെങ്കിലും ഞാൻ ഈ കാര്യം കമ്മിറ്റിയിൽ പറഞ്ഞപ്പം കമ്മിറ്റിയിൽ നിന്ന് പിന്നെ ജമാലിക്ക് അമീദ് മാഷ ആരൊക്കെയൊക്കെ വിളിച്ച് പറഞ്ഞ് തലയിലിങ്ങനെ തടിവീട്ട് പറഞ്ഞ് നമ്മൾ ഇഞ്ഞു ISMO എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു പണിയുണ്ട് കയറി, ISMൻ്റെ ഫോറം അവിടെ നിർത്തിവെക്കുക, നമ്മൾ ISMൻ്റെ KNMൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് റസാഖ് മൗലവി അല്ലാത്ത ആളുകളൊക്കെ, സ്വപ്ന മമ്മൂട്ടിക്ക പോലെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട്, അപ്പം സ്വപ്ന മമ്മൂട്ടിക്കാക്ക് എന്താ KNM എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയൂല, പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണെന്നറിയാം എന്നതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തിനത് വിശദമായി പറഞ്ഞു കൊടുക്കുകയും അവിടെ വെച്ചാണ് KNM പിന്നെ പാവട്ടപ്പുറം യൂണിറ്റിന് രൂപം നൽകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ പിന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും സ്ഥാപന പ്രവർത്തനങ്ങളിലുമൊക്കെ എൻ്റേതായ പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രവുമല്ല, ഇവിടെ അടുത്തൊക്കെ ഖുർആൻ ക്ലാസ്സിന് പോകുമ്പം അന്നൊന്നും ഖുർആൻ ക്ലാസ്സിന് പിന്നെ പോയാൽ പോകുന്നിടത്ത് പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ തടസ്സം നിൽക്കുമായിരുന്നു, തടയാൻ നിൽക്കുമായിരുന്നു. ചെയ്യാനൂർ ഇവിടെ പിന്നെ എറവറാങ്കുന്ന് പിന്നെ ഒരു ക്ലാസ്സിന് വേണ്ടി പോകുമ്പം വഴിയിൽ വെച്ച് എന്നെ ചിലർ തടഞ്ഞിട്ട് ചോദിച്ചു, എവിടേക്കാ മൗലവി പോകണമെന്ന് ചോദിച്ചു. ഞാനിവിടെ ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ ആ ക്ലാസ് മൗലവിയാ, ഞാൻ മൗലവി പോയിക്കൊള്ളിയായിരുന്നു. പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പം തടയാൻ വേണ്ടി നിൽക്കുന്നിടത്ത് എന്നെ കണ്ടപ്പോൾ തടയൽ നിർത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഇപ്പോൾ സൈനബ ടീച്ചർ പിന്നെ പ്രിൻസിപ്പാളാണെന്ന് പറഞ്ഞു തൊട്ടടുത്ത പിന്നെ സ്കൂളിൽ ഏതെങ്കിലും ആവട്ടെ, പിന്നെ അവരൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം പറയേണ്ടതാണ്. അള്ളാഹു എല്ലാ നിലക്കും ഈ സ്ഥാപനത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരട്ടെ. പുരോഗതിയിലേക്ക് മന്നം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ പുരോഗതി പിന്നെ വളരെ വേഗത്തിൽ ആയിത്തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ടായിരുന്നു, ഞാൻ നിർത്തുകയാണ്. സർവശക്തൻ എല്ലാ നിലക്കും ഈ പിന്നെ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും. അന്ന് നിർത്തിപ്പോകാൻ ഉദ്ദേശിച്ച അറബിക് കോളേജ് പുനഃസ്ഥാപിക്കുകയും ശേഷം അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്ന അധ്യാപകരുമുണ്ട്. കമ്മിറ്റി ഭാരവാഹികളെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അധ്യാപക പ്രതിനിധികളെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഇവിടെ പഠിച്ചു പോയവരും പഠിക്കുന്നവരുമായ വിദ്യാർത്ഥി വിഭാഗത്തെ ഞാൻ വളരെയേറെ അവരെ അഭിനന്ദിക്കുകയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എൻ്റേതായ എന്തെല്ലാം പിന്നെ സപ്പോർട്ട് ആവശ്യമാണോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു നമ്മുടെ ഇരുത്തവും ഈ ഒരുമിച്ച് കൂടലും എല്ലാം വളരെ ഒരു സുവർണ
അവസരമാക്കി വളർത്തുമാറാകട്ടെ. അള്ളാഹു എല്ലാ നിലക്കും ഉയർച്ചയും വളർച്ചയും നൽകി നമ്മുടെ ഈ സ്ഥാപനത്തെ വളർത്തുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കമ്മിറ്റി ഭാരവാഹികളെ എന്നെ ക്ഷണിച്ച എല്ലാ ആളുകളെയും ഞാൻ ഈ സമയത്ത് അഭിമാനപൂർവ്വം അഭിനന്ദിക്കുകയും ഈ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലുമിനി മീറ്റിൽ നമ്മോട് സംസാരിച്ച അലി അൻവാരി സാഹിബിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അലുമിനി മീറ്റിന് ശേഷം വേദിയിൽ നടക്കാനുള്ളത് വിദ്യാഭ്യാസ സമ്മേളനമാണ്. വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രൊഫസർ NV അബ്ദുറഹ്മാൻ, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത്,